ബിഗ് ബോസ് മലയാളം സീസൺ 6 വരാനിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ 3 താരമായിട്ടുള്ള ഡേഞ്ചറസ് ഫിറോസും അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 5ന്റെ വിന്നറായിട്ടുള്ള അഖിൽ മാരാറും തമ്മിൽ ചില കശപിശകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാകും. ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് തന്നെയാണ്. ഫിറോസ് അതിൽ മെൻഷൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 4നെ സംബന്ധിച്ച് സീസൺ 5 ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചലഞ്ചേഴ്സ് ആയിട്ട് 4 പേരെ ബിഗ് ബോസ് സീസൺ 5ലേക്ക് കയറ്റേണ്ടി വന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിറോസ് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ സീസൺ 5ലെ താരങ്ങൾ വൈൽഡ് കാർഡ് എൻട്രികളിൽ നിന്നും പുറത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നു എന്നൊക്കെ നമ്മുടെ ഫിറോസ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, സ്വിമ്മിംഗ് പൂള് നമുക്കറിയാം എല്ലാ സീസണുകളിലും പതിവായിട്ടുണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന സമയത്ത് മൈക്കിൽ വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ മൈക്ക് ഊരി വെക്കാനായിട്ട് ആകെ അനുമതിയുള്ള ഒരു സ്ഥലം സ്വിമ്മിംഗ് പൂളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈൽഡ് കാർഡായിട്ട് എത്തുന്ന കണ്ടസ്റ്റൻസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെ കാര്യങ്ങൾ, പുറത്ത് ആർക്കാണ് സപ്പോർട്ട് അല്ലെങ്കിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ അറിയാനായിട്ട് ഏറ്റവും നല്ല ഒരു സ്ഥലം സ്വിമ്മിംഗ് പൂൾ തന്നെയാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വന്ന കണ്ടസ്റ്റൻസിനെ കൊണ്ട് പോവുകയും അവിടെ വെച്ച് ആ ഒരു മൈക്ക് ഊരി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിനോ ഇപ്പൊ നമ്മൾക്കോ അവരെന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ കഴിയില്ല. അങ്ങനെ വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വന്ന താരങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിച്ചിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 താരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫിറോസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുപരി TRP വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 4നെ സംബന്ധിച്ച് ഒരു ഫ്ലോപ്പ് ആയിരുന്നു. ഒരു ലാഭവും ബിഗ് ബോസിന് ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു സീസൺ ആയിരുന്നു സീസൺ 5 എന്നൊക്കെ നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരത്തിന് ശേഷം അഖിൽ മാരാർ ആ ഒരു വീഡിയോയുടെ റിപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ പറഞ്ഞൊരു കാര്യം, ആദ്യം തന്നെ അഖിൽ പറയുന്നത് ബിഗ് ബോസിന്റെ റേറ്റിങ്ങിനെ പറ്റിയാണ്. റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ TRP വെച്ചിട്ടാണ്. ഇപ്പോൾ ബിഗ് ബോസ് എന്നല്ല, ഏതൊരു ഷോ ആണെങ്കിലും, സീരിയൽ ആയാലും സിനിമ ആയാലും നമ്മുടെ സ്പോർട്സ് പരമായിട്ടുള്ളതായാലും എന്തായാലും TRP റേറ്റിംഗ് വെച്ചിട്ടാണ് അവരത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അഖിൽമാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്തെന്നാൽ, ബിഗ് ബോസിന്റെ ആ ഒരു ഷോ ബിഗ് ബോസ് സീസൺ 5 എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം എത്ര പേരാണ് OTT പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാതെ ഏഷ്യാനെറ്റിന്റെ ചാനലിൽ വെച്ച് കാണുന്നത്. അപ്പോൾ ആ ഒരു പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്. കാരണം ഒരുപാടധികം പേര് OTT പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു സീസൺ 5 കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ റിവ്യൂവേഴ്സ് ഉൾപ്പെടെ ഒരുപാടധികം പേര് ആ ഒരു ചാനലിലല്ല ഈ ഒരു ബിഗ് ബോസ് കണ്ടിട്ടിരിക്കുന്നത്. കാരണം 24/7 ലൈവ് കാണാനായിട്ട് നമുക്ക് ഒരവസരമുണ്ട്. അപ്പോൾ കുറേ പേര് ഹോട്ട്സ്റ്റാർ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് OTT പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഷോ കണ്ടതുകൊണ്ട് തന്നെ TRP റേറ്റിങ്ങിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. ഏഷ്യാനെറ്റിന്റെ ചാനലിൽ എത്ര പേര് ആ ഒരു 9:30 മുതൽ 10:30 വരെയും ഈ ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ട് ആ ഒരു സമയമാണ് ഇവർ TRP റേറ്റിങ്ങുകളിലേക്ക് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും TRP റേറ്റിങ്ങിനെ അത് ബാധിക്കും. പിന്നീട് ഒരുപാടധികം സ്പോൺസേഴ്സിനെ കിട്ടിയ ഒരു സീസൺ ആയിരുന്നു സീസൺ 5. അതുകൊണ്ട് തന്നെ മറ്റുള്ള സീസണുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ലാഭം ബിഗ് ബോസിന് ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനും എൻഡമോളിനും എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത ഒരു സീസൺ ആയിരുന്നു നമ്മുടെ സീസൺ 5 എന്ന് അഖിൽ മാരാർ അതിൽ പറയുണ്ടായി. പിന്നീട് ഒരുപാടധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള സീൻസ് കൊണ്ടുവന്ന ഒരു സീസൺ ആയിരുന്നു. കാരണം ആദ്യമായിട്ട് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നു. അതിലുപരി ഫസ്റ്റ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് ഫാമിലി ടാസ്ക് കൊണ്ടുവന്നു. ഇതെല്ലാം ബിഗ് ബോസിന്റെ പുതിയ മാറ്റങ്ങളാണ്. അപ്പോൾ എല്ലാ സീസണുകളിലും പല മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഓരോരോ വ്യത്യസ്തതകൾ ഓരോ സീസണുകളിലും കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നത്. അല്ലാതെ ബിഗ് ബോസ് സീസൺ 5ന്റെ TRP റേറ്റിംഗിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല എന്നുള്ള കാര്യമൊക്കെ അഖിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുന്ന സമയത്ത് പിന്നെ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യം അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രമിക്കാം, ചിലപ്പോൾ ഒരുപാടധികം പേര് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വൈൽഡ് കാർഡ് എൻട്രികളെ കൊണ്ടുപോയിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് വെച്ച് ചോദിക്കാം. അങ്ങനെ ബിഗ് ബോസ് സീസൺ 5 ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒമർ ലുലു, സംവിധായകനായിട്ടുള്ള ഒമർ ലുലു വളരെ നല്ലൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. പുള്ളിയെ കൊണ്ടുപോയിട്ട് പല കണ്ടസ്റ്റൻസും ഈ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പുള്ളി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു കാര്യം നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അത് ബിഗ് ബോസിന്റെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് വൈൽഡ് കാർഡ് എൻട്രികളായിട്ട് വരുന്ന കണ്ടസ്റ്റൻസുകളിൽ നിന്നും എന്താണ് ഇത്തരത്തിലുള്ള പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചോദിക്കാൻ പാടില്ല. അത് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ സീസൺ 3 നമ്മുടെ ഫിറോസ് ഉണ്ടായ സീസണിലും ഇതുപോലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ വന്ന സമയത്ത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് കൂടിയോ എന്നൊക്കെ കുറെ പേര് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് സീസൺ 4 അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഫാൻ പേജിൽ എത്ര ഫോളോവേഴ്സ് കൂടി അതുപോലെയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 3 താരമായിട്ടുള്ള ഫിറോസും അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 5ന്റെ വിന്നർ അഖിൽ മാരാറും തമ്മിൽ ഈ ഒരു കശവീശി ഉണ്ടായത്. അപ്പോൾ അഖിലിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫിറോസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. ഗുഡ് മോർണിംഗ് അളയാ മാരാരെ, എന്തുണ്ട് അഖിൽ മാരാരെ, സുഖമാണോ? അളയൻ്റെ മറുപടി ഞാൻ കണ്ടില്ല കേട്ടോ, കാരണം ഇന്നലെ എനിക്ക് 1-2 പേര് അതെടുത്ത് സെൻഡ് ചെയ്തെങ്കിലും കുറച്ച് തിരക്കുകളായിട്ടുള്ള ഓട്ടത്തിലായിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നൊരു 4:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ DFK യൂട്യൂബ് ചാനലിൽ ഞാൻ വിശദമായിട്ടുള്ള മറുപടി ഇട്ടേക്കാം. കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആകെ 1-1.5 മിനിറ്റേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ DFK യൂട്യൂബ് ചാനലിൽ ഒരു 4:30 ആകുമ്പോൾ അളയൊന്ന് നോക്കാം, എൻ്റെ വിശദമായിട്ടുള്ള മറുപടി വരും കേട്ടോ. സുഖമാണല്ലേ അളയന്? ഓക്കെ, ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അഖിൽ മാരാറെ, അളിയ നിനക്ക് സുഖമല്ലേ? നീ ഇന്നലെ പറഞ്ഞ വീഡിയോന്റെ മറുപടി ആയിട്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് DFK എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ വരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ എന്തോ 1.5 മിനിറ്റ് സമയം എന്തോ കിട്ടുള്ളൂ, അങ്ങനെ എന്തോ പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട്, നിനക്ക് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നമ്മുടെ DFK ചോദിക്കുന്നുണ്ട്. അതിലൊരു ഭീഷണി ഇല്ലേ? ഭീഷണി ഉണ്ട്. അപ്പൊ തന്നെ എന്തായാലും അഖിൽ മാരാറിനെ പറ്റി നമുക്കറിയാം. DFK അഖിലിനെ യോജിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DFKയുടെ മുകളിൽ കയറി പറഞ്ഞ് വിജയിക്കാൻ പറ്റുന്ന അത്ര ചാതുര്യം ഉള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതിനെപ്പറ്റി മറ്റൊരു വീഡിയോ അഖിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ബിഗ് ബോസ് സീസൺ 6ന്റെ പുതുപുത്തൻ അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു കോൺട്രവേഴ്സി ആയിട്ട് നമ്മുടെ സീസൺ 3ഉം 5ഉം ആയിട്ടുള്ള താരങ്ങൾ ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനം എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ദെൻ ബിഗ് ബോസ് സീസൺ 6ന്റെ പുതുപുത്തൻ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാകും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്